ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാർ എന്നൊക്കെ വിളിച്ച ആരാന്നറിയോ? ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. എന്താ കഥ? എൻ്റെ പേര് വനജ ശ്രീകുമാർ. ഞാനൊരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. ആൻഡമാൻ ദ്വീപിൽ ആണ് താമസിക്കുന്നത്. ഞാൻ വെക്കേഷന് എല്ലാ വർഷവും നാട്ടിൽ കോഴിക്കോട് വരാറുണ്ട്. ആഹാ, എൻ്റെ നാട്ടിലാണല്ലോ. ഞാനൊരു കൃഷ്ണഭക്തയാണ്. ഗുരുവായൂരിൽ കുറേ വർഷം മുമ്പ് സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു, നാട്ടിൽ പോകുമ്പോഴൊക്കെ. പക്ഷേ ഏകദേശം 10 വർഷം കൊണ്ട് സാധിക്കാറില്ലായിരുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ എനിക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റിയിട്ടോ. ഉള്ളിൽ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും 2 അനിയത്തിമാരും കൂടി ഗുരുവായൂരിലെത്തി ഭഗവാനെ തൊഴുതു. അപ്പോൾ കണ്ട് ഒരുപാട് പേര് ലൈനായിട്ട് നിൽക്കുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കും കഴിക്കാമെന്ന്. അപ്പോൾ പറഞ്ഞു, ഒരുപാട് നേരം ലൈനിൽ നിൽക്കേണ്ടി വരും, നിനക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന്. പക്ഷേ എനിക്ക് ഒരേ ഒരു നിർബന്ധം, ഭഗവാന്റെ പ്രസാദം കഴിക്കണമെന്ന്. അങ്ങനെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. സെക്യൂരിറ്റി പറഞ്ഞു, ഭക്ഷണം തീരാറായി കേട്ടോ, ആർക്കൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു, ഭക്ഷണം കഴിച്ചേ ഞാൻ തിരികെ പോകൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്നു, ആളുകളെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡ് മുമ്പിൽ, പിന്നെ ഞാനും എൻ്റെ 2 അനിയത്തിമാരും നിൽക്കുകയായിരുന്നു. അവിടം വരെ കൗണ്ട് ചെയ്ത് സെക്യൂരിറ്റി ഞങ്ങളെ കയറ്റി വിട്ടു. പുറകിലുള്ളവരോട് പറഞ്ഞു, ഭക്ഷണം തീർന്നു പോയി എന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ പറ്റി. ഇതൊരു മിറക്കൽ തന്നെയാണ് സർ. ഇത് ത്രിമധുരം ഗ്രൂപ്പിൽ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അവസരം കിട്ടിയത്. എൻ്റെ മലയാളം അത്ര നല്ലതല്ല, വീട്ടിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. തെറ്റിദ്ധരുത്തി ഒന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ. അപ്പം മലയാളം ഗംഭീരം തന്നെയാണ്, ഒരു കുഴപ്പമില്ല. എന്തായാലും ഹാപ്പി സ്ട്രെസ്സിന് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഈ വരിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ഒരു ദിവസം പറയാം. ഒരാളോട് കുറച്ച് ചീത്തയൊക്കെ കേട്ടെ, എന്താ കഥ ഒന്നും പറയാനില്ല. അപ്പം ഭക്ഷണം കഴിച്ചു, ഗുരുവായൂർ പോയി വന്നു. സന്തോഷമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം. യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുവഴി വരിക. കുറേ സമ്മാനങ്ങളും ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ.